ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എഗ്ഗ് വെച്ചിട്ടാണുള്ള റെസിപ്പിയാണിത്. ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളി, ചെറിയ 2 സവാള, ഒരു പിടി മല്ലിയില, അരപ്പിടി പുതിനയില ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. 2 പച്ചമുളക് കീറിയത്. ആദ്യം തന്നെ 3 മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ. മുട്ട പുഴുങ്ങിയിട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് അല്പം മുളക് പൊടിയും ഉപ്പും മസാലപ്പൊടി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് പുഴുങ്ങിയ മുട്ട തോല് കളഞ്ഞ് ആ ഗ്രേവിയിലേക്കിട്ട് തിരിച്ചും മറിച്ചിട്ട് ഇളക്കി കൊടുത്തത് നല്ലതായിട്ട് മുരിയിച്ചെടുക്കണം അതിൻ്റെ എന്നിട്ട് കുക്കർ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കഴിവതും മിൽമയുടെ നെയ്യ് ഞാൻ ഉപയോഗിക്കാറില്ല. മിൽമയുടെ നെയ്യ് ഉപയോഗിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അതുകൊണ്ട് വേറെ ഏത് നെയ്യ് വേണേലും ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യണേ. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇടുക. പെരുംജീരകം പൊട്ടി തുടങ്ങുമ്പോൾ കറുവപ്പട്ട, ഗ്രാമ്പൂ ഒരു 4 എണ്ണം, ഏലയ്ക്ക ഒരു 3 കറുവപ്പട്ടയും ബേ ലീഫും 2-3 ഏലയ്ക്കായും നിങ്ങളുടെ കയ്യിലുള്ള മസാലക്കൂട്ടുകൾ ഇടുക അതിലേക്ക്. എല്ലാം ഒന്നും വേണം നിർബന്ധമില്ല, എന്നാലും മണം കിട്ടണമെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ഇടണം. അതിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, സവാള ഇടുക. സവാള ഇട്ട് നന്നായി നിങ്ങളുടെ കയ്യിലുള്ള റൈസിൻ്റെ അളവനുസരിച്ച് സവാളയുടെ എണ്ണവും ബാക്കിയുള്ളതിൻ്റെ എല്ലാം അളവ് മാറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായി വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് വഴരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി അത് വഴണ്ട് കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർക്കുക. തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ 2 പച്ചമുളക് ഉള്ളതും ഇടുക. പച്ചമുളക് എരി വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് 1 ടേബിൾ സ്പൂൺ തന്നെയാണ്, എന്നാലേ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റുക. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ തികച്ചില്ല മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മസാലപ്പൊടി, ഇതെല്ലാം കൂട്ട് നന്നായിട്ട് മൂപ്പിക്കുക. മഞ്ഞൾപ്പൊടി ആദ്യം ഞാൻ ഇട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാത്തത്. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മുളക് പൊടിയൊക്കെ കുറച്ച് മതിയെന്നുള്ളവർക്ക് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ചോറിന് ഇച്ചിരി കളർ വരാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത്. അത് നന്നായി മൂപ്പിച്ച് പച്ചമണമെല്ലാം കളഞ്ഞെടുക്കുക. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. അതുമെല്ലാം മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് കൈമാരി കുതിർത്ത് കഴുകി നന്നായിട്ട് 3-4 തവണ ഞാൻ എവിടെ കഴുകി അരിപ്പയ്ക്കകത്ത് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരി കുതിർന്നിരിക്കുകയാണ്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ്, അത് ബസുമതി ആണെങ്കിലും കൈമയാണെങ്കിലും ഞാൻ ഈ ഒരു അളവിലാണ് വെള്ളം ചേർക്കാറ്. അത് ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല, കറക്റ്റ് വെന്ത് കിട്ടാറുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളമായാലും കുഴപ്പമില്ല. അരിയിലേക്ക് വെള്ളം ആഡ് ചെയ്ത് ഉപ്പ് നന്നായി ചെക്ക് ചെയ്യണം. ഉപ്പ് ഒരു ശകലം മുമ്പോട്ട് നിൽക്കാവുള്ളേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ 3 മുട്ട നമ്മൾ പുഴുങ്ങി പൊരിച്ച് വെച്ചിരുന്നത് അതും ഇട്ട് ആദ്യം ഫുള്ളിലിട്ട് 1 വിസിലും സിമ്മിലിട്ട് 2 വിസിലും അടിച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റൗവിൽ തന്നെ ആ കുക്കറട വെച്ചിരിക്കുക. അതിൻ്റെ എയർ ഫുള്ള് പോയി കഴിയുമ്പോൾ മാത്രം ഓപ്പൺ ചെയ്താൽ ഈ പരുവത്തിൽ നിങ്ങൾക്ക് റൈസ് കിട്ടും. ഇത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഈ രീതിയിൽ കൈമാരിയും ചെയ്യാൻ പറ്റും, ബസ്മതി റൈസും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെയാണ് ഇത് കൈമാരി മേടിച്ചതാണ് ഈ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇച്ചിരി ലോങ് റൈസായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ കൈമാരിയാണിത്. ഫുള്ളിലിട്ട് 1 വിസിലും സിമ്മിലിട്ട് 2 വിസിലും, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. എന്തായാലും എല്ലാവരും ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതാണ്. കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റൈസാണ്. വീണ്ടും ഒരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണുന്നത് വരെ ബൈ.